ശ്രീ ബൈജു ലൈലരാജ്, ഈ ഫീമെയിൽ ഗൈസ് വനിതാ സംവിധായകരിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് പേരുകൾ, പ്രത്യേകിച്ചും അത് മന്ത്രി ബിന്ദു തന്നെ കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി. മന്ത്രി സജി ചെറിയാനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് IFFK ഇന്ത്യൻ സിനിമയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്, മലയാളികൾ, കേരളീയർ എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ആ വാക്കുകൾ? ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് ആ ഡിസ്ക്രിമിനേഷനിൽ പോയിന്റ് ചെയ്തിട്ട്, അതായത് ഫീമെയിൽ ഡയറക്ടർ, മെയിൽ ഡയറക്ടർ എന്നുള്ള ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനിലേക്ക് കടക്കുന്നതിന് സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സാങ്കേതികം ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മള് ഈ ഓസിലേറ്റിംഗ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് ഇതിൽ വരും, കോമ്പറ്റീഷൻ സെക്ഷനിൽ വരുന്ന ചിലി, അർജന്റീന അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു സ്പാനിഷ് ഭാഷയിലുള്ള ചിത്രമാണ്. അപ്പോ ഈ സെലസ്റ്റെ റോജാസ് എന്ന് പറയുന്ന ആ സ്ത്രീയെ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് വന്നിട്ടുള്ള തീംസില് ഇപ്പം ഇതിനകത്ത് ഈ ഓർമ്മ അതൊരു പ്രധാന തീമായിട്ട് ഈ ഇതിൽ കളിക്കുന്നു. പിന്നെ ഉള്ളത് ഭീകരത. അപ്പൊ ഓർമ്മയും ഭീകരതയും പിന്നെ പ്രാദേശികത, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന ഒരു ദൃശ്യ രൂപങ്ങളായിട്ടാണ് സിനിമകളിൽ വരുന്നത്. ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്കിപ്പം പുതിയ ഫ്രഞ്ച് എക്സ്ട്രീം സിനിമാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിനൊക്കെ ഇപ്പം കാൻ ഫെസ്റ്റിവലിൽ വരെ അവാർഡ് കിട്ടുന്നതൊക്കെ ഈ ഫ്രഞ്ച് എക്സ്ട്രീം ഒരുപാട് വയലൻസ് തള്ളിക്കയറ്റിയിട്ടുള്ള സിനിമകൾക്കൊക്കെ ആണെങ്കിലും ഈ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഭീകരത അല്ലെങ്കിൽ ഓർമ്മ, ഈ രണ്ട് കാര്യങ്ങൾ പ്രദേശവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സിനിമ മെനഞ്ഞെടുക്കുന്ന ഒരു രീതി ഇപ്പൊ കണ്ടുവരുന്നു. ഇതിൽ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, IFFK ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മൂവീസിന്റെ ഒരു നിലവാരമാണ്. IFFK വരുന്നത്, ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഓവേർട്ട്ലി പൊളിറ്റിക്കൽ അല്ല, എന്നുവെച്ചാൽ അന്തർലീനമായിട്ടൊരു രാഷ്ട്രീയം നിലനിൽക്കുന്ന പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഈ പാക്കേജുകളിൽ വരുന്നു. അത് ഇവിടുത്തെ മാത്രം ഒരു ഫിനോമിനനായിട്ട് തന്നെ വേണമെങ്കിൽ കാണാം. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഓപ്പണിംഗ് ഫിലിമിന്റെ സെലക്ഷൻ തന്നെ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറഞ്ഞിട്ട് ആരുടെ, അത് വോൾട്ടർ സാലസിന്റെ പടമാണത്, ഒരു ബ്രസീലിയൻ ഡയറക്ടർ. വോൾട്ടർ സാലസ് എന്ന് പറഞ്ഞ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കിംകി ഡുക്കിന്റെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വോൾട്ടർ സാലസ് ആണ്. അതിന് കാരണങ്ങളുമുണ്ട്. സെൻട്രൽ സ്റ്റേഷനൊക്കെ ഇവിടുത്തെ ഫെസ്റ്റിവൽസ്, ഈ ഫിലിം ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ഒരുപാട് കളിച്ചിട്ടുള്ള പടങ്ങളാണ്. അതിനേക്കാളും ഉപരിയായിട്ട് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറഞ്ഞ സാധനം ഒരു മിക്കവാറും സിനിമയായിട്ട് ബന്ധപ്പെടുന്നവരും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുന്നവരും ചെഗുവേരന്റെ ആ മോട്ടോർ സൈക്കിൾ ഡയറീസ് അത് കണ്ടവരാണ്. അപ്പൊ അങ്ങനെ ഒരാളെ പിക്ക് ചെയ്തിട്ട് അയാളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പടം നമ്മൾ ഓപ്പണിംഗ് ഫിലിമായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ ദർ ഇസ് എ പൊളിറ്റിക്സ് ഇൻസൈഡ്. അങ്ങനെ തന്നെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ലോകത്താഗമനം നടന്നുകൊണ്ടിരിക്കുന്ന റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, അതായത് അടിച്ചമർത്തലുകൾക്കെതിരായിട്ട് തന്നെയാണ് IFFK അന്തർലീനമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് പ്രകടമായിട്ട് പറയുന്നതായിരിക്കും ഈ സിനിമ. കാരണം ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഷാജിയൻ കരുണിന്റെ പിറവിയൊക്കെയാ ഓർമ്മ വരും. ഒരു സുപ്രഭാതത്തിൽ പോലീസുകാർ വന്നിട്ട് ഒരു 5 മക്കളുടെ പിതാവിനെ പിടിച്ചുകൊണ്ടുപോവുക. ബ്രസീലിലെ 70കളിൽ നടന്നിട്ടുള്ള കാര്യമാണിത്. അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് പിന്നെ ആ പിടിച്ചു കൊണ്ടുപോയ ആളെ അന്വേഷിച്ചിട്ട് ഭാര്യയുടെ നെട്ടോട്ടമാണ്. അതാണ് തീമായി. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരേ സമയത്ത് തന്നെ ഈ നമ്മളെ കുടുംബം എന്ന് പറഞ്ഞ കാര്യത്തെയും പൊതുവായി രാഷ്ട്രീയത്തെയും മിങ്കിള് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സിനാറിയോ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള പടങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക ഫെസ്റ്റിവൽ സർക്യൂട്ട്സിൽ IFFK തന്നെ.